അതുകൂടാതെ 91 ദൃശ്യശ്രവ്യ കലാരൂപങ്ങൾ ഉൾപ്പെടെ ഇവിടെ അണിനിരത്തിയിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള പ്ലോട്ടുകൾ, വിവിധ വകുപ്പുകളുടെ വിവിധ ആശയങ്ങൾ കൺവേ ചെയ്യുന്ന പ്ലോട്ടുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഫിഷറീസ് വകുപ്പിനായിരുന്നു കഴിഞ്ഞ വർഷം 1ാം സ്ഥാനം. അത് മാറിക്കൊണ്ട് ഇപ്രാവശ്യം 1ാം സ്ഥാനം തിരിച്ചു പിടിക്കുമെന്ന് പറയാം, അല്ലെങ്കിൽ തിരിച്ചു പിടിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാ 60 പ്ലോട്ടുകളാണ് ഇത്തവണ ഒരുക്കി. അതെ, 60 പ്ലോട്ടുകളുണ്ട്. അപ്പൊ എല്ലാവരും 1ാം സ്ഥാനത്തിന് വേണ്ടിയാണ് ഇപ്രാവശ്യം മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വൈവിധ്യം നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വിവിധ സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന കലാരൂപങ്ങൾ കൂടി, ഏകത്വം കാണിക്കുന്ന തരത്തിലുള്ള പ്ലോട്ടുകൾ, ഡൈവേഴ്സിറ്റിയെ വലിയ രീതിയിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ അത് ലോകത്തിനൊരു സന്ദേശം നൽകുക എന്നുള്ളൊരു ഇതുണർത്തിക്കൊണ്ടുള്ള കലാരൂപങ്ങൾ ഇവിടെ അണിയിച്ചൊരുക്കപ്പെടുന്നുണ്ട്. ആ രീതിയിൽ തിരുവനന്തപുരം ഇതുവരെ കാണാത്തൊരു ഓണം ആഘോഷമാണ് ഇത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തന്നെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് 91 ഇനം, അതായത് ദൃശ്യ ശ്രവ്യ മനോഹരമായ കാഴ്ചകൾ ഒരുക്കുന്ന 91 കലാരൂപങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ആ കലാരൂപങ്ങളെല്ലാം തന്നെ VIP പവലിയന്റെ മുന്നിൽ അത് പെർഫോം ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കടന്നു പോവുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ
സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന്റെ ഘോഷയാത്ര ആരംഭിച്ചിരിക്കുന്നു. ഗവർണർ ഫ്ലാഗ് ഓഫ് ചെയ്തതിനു ശേഷം വിവിധ പ്ലോട്ടുകൾ, ഓരോ വകുപ്പിന്റെയും പ്ലോട്ടുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റ് കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളെല്ലാം നമുക്ക് ഈ ഘോഷയാത്രയിൽ കാണാൻ സാധിക്കും. RV സനൂപ് ചേരുന്നുണ്ട്. സനൂപ്, ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. എല്ലാവരും അണിനിരന്നോ? ആദ്യം എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്? ധന്യ, ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്തതോടുകൂടി ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര തുടക്കമായി. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് മഹാബലിയുടെ വേഷം കെട്ടിയ കലാകാരൻ ഈ ഇവിടുത്തെ കാണികളെല്ലാം തന്നെ കൈ കാണിച്ചു കൊണ്ട് പോകുന്ന ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. കേരള തനിമയോടുകൂടി അവതരിപ്പിക്കുന്ന ഓരോ പരിപാടികൾ, അവിടെ 60 ഫ്ലോട്ടുകൾ അണിനിരക്കും. അതിനോടൊപ്പം തന്നെ 91 ദൃശ്യ ശ്രവ്യ കലാരൂപങ്ങളുമായിട്ട് കലാകാരന്മാർ അണിനിരക്കും. ഒപ്പം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാരൂപങ്ങളും കലാകാരന്മാരും അവതരിപ്പിക്കുന്ന പരിപാടികളും, ഇതെല്ലാം കൊണ്ട് തന്നെ കെങ്കേമമാവുകയാണ് അനന്തപുരിയിലെ ഈ ഘോഷയാത്ര. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉള്ളതിനേക്കാൾ വിപുലമായിട്ടുള്ള രീതിയിൽ ഇത്തവണ പരിപാടി സംഘടിപ്പിക്കണമെന്ന് സംഘാടകർക്ക് വാശിയായിരുന്നു. ആ വാശി ഓരോ കലാരൂപത്തിലും നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ ആകർഷണം വരാൻ പോകുന്ന ഫ്ലോട്ടുകൾ തന്നെയാണ്. കാരണം മത്സര ബുദ്ധിയോടുകൂടി നിർമ്മിച്ച ഫ്ലോട്ടുകൾ കാണികൾക്ക് അതൊരു കൗതുകമാണെങ്കിൽ, ആ ഫ്ലോട്ടുകൾ തയ്യാറാക്കിയ വകുപ്പുകൾക്ക് അതൊരു മത്സരം തന്നെയാണ്. ഏത് ഫ്ലോട്ടിനാണ് ഒന്നാം സമ്മാനം ലഭിക്കുക എന്നുള്ള കടുത്ത മത്സരത്തിൽ അതിവിദഗ്ധമായിട്ട്, അതിരസകരമായിട്ട്, കാണാൻ അതിമനോഹരമായിട്ടുള്ള ഫ്ലോട്ടുകൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് കലാകാരന്മാരുടെ പരിപാടികൾക്കിടെ ഈ കൊട്ട് മറ്റുമൊക്കെ ചെണ്ടമേളവും മറ്റുമൊക്കെ ആയിട്ട് കലാകാരന്മാർ ഈ അനന്തപുരിയുടെ വീതികളെ മുഴക്കുന്ന ഒരു ദൃശ്യം തന്നെയാണ് ഇപ്പോൾ കാണാൻ നമുക്ക് കഴിയുന്നത്. ഉച്ച മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ കാണുന്നതിന് വേണ്ടി വലിയ തിരക്ക് അനന്തപുരിയുടെ വീതികളിൽ കാണാൻ കഴിയുമായിരുന്നു. റോഡിന്റെ ഇരുവശത്തുമായിട്ട് ഈ കാണികൾ അണിനിരക്കുന്നു. എല്ലാ വർഷവും നമ്മൾ കാണുന്നതാണ്. ഉച്ച മുതൽ തന്നെ ആ ഒരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ഇത്തവണയും ഈ ഓണം വാരാഘോഷത്തിനും വലിയ ജനക്കൂട്ടം തന്നെയാണ് ഈ തിരുവനന്തപുരത്തിന്റെ 2 വീതികളും കീഴടക്കപ്പെട്ടിരിക്കുന്നത്. ഈ വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഓണം വാരാഘോഷം സമാപനം കുറിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര നടക്കുന്നത്. ഇപ്പോൾ ആദ്യത്തെ ഫ്ലോട്ട് വരുന്നതിന്റെ ദൃശ്യമാണ് കാണുന്നത്. ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ ഫ്ലോട്ടാണ്. കേരള സർക്കാരിന്റെ, സംസ്ഥാന സർക്കാരിന്റെ ഓരോ പദ്ധതികളും അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫ്ലോട്ടുകൾ ഓരോന്നും തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏറ്റവും മികച്ച ഫ്ലോട്ടായിട്ട് ഓരോ ഫ്ലോട്ടിനെയും മാറ്റണമെന്നുള്ളൊരു നിർദ്ദേശം സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. അത് അക്ഷരം പ്രതി ഏറ്റെടുത്തുകൊണ്ട് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ വകുപ്പും മത്സര ബുദ്ധിയോടുകൂടി മത്സരിച്ച് തന്നെയാണ് ഫ്ലോട്ടുകൾ ഒരുക്കിയിട്ടുള്ളത്. 60ഓളം ഫ്ലോട്ടുകളാണ് ഈ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. ഇപ്പോൾ ആദ്യ ഫ്ലോട്ട് എത്തിക്കഴിഞ്ഞു. ടൂറിസം വകുപ്പിന്റെ ഫ്ലോട്ടുകളാണ്. നേരത്തെ തന്നെ മന്ത്രി PA മുഹമ്മദ് റിയാസ് പ്രഖ്യാപിച്ചിരുന്നു, ഈ വിദേശത്ത് നടക്കമുള്ളവരെ ഈ ഓണം വാരാഘോഷത്തിന് എത്തിക്കുമെന്ന്. അദ്ദേഹത്തിന്റെ ആ വാക്ക് പാലിച്ചുകൊണ്ട് തന്നെ വിദേശ സഞ്ചാരികളടക്കം ഓണം വാരാഘോഷം കാണാനും അതേപോലെ ഈ ഘോഷയാത്ര കാണാനടക്കം എത്തിയിരുന്നു. നേരത്തെ തന്നെ ഇവിടെ കൂടെയൊക്കെ ഈ വിദേശികളൊക്കെ പോകുന്ന നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ ആദ്യ ഫ്ലോട്ട് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ടൂറിസം വകുപ്പിന്റെ ഫ്ലോട്ടാണ്. ടൂറിസം വകുപ്പാണ് ഈ ഓണം വാരാഘോഷത്തിന്റെ പരിപാടികളെല്ലാത്തിൻ്റെയും സംഘാടകരായിട്ട് പ്രവർത്തിക്കുന്നത്. അവരുടെ ഫ്ലോട്ടാണ് ഇപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. വിദേശികൾ കേരളത്തിലേക്ക് വന്നു ഓരോ കയാക്കിങ്ങും മറ്റൊക്കെ നടത്തുന്നതിൻ്റെ ഒരു നിശ്ചല ദൃശ്യം അതാണ് ഈ ഫ്ലോട്ടിൽ അവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് കൂടുതൽ വിദേശികൾ കേരളത്തിലേക്ക് വരട്ടെ, കേരളത്തിൻ്റെ വികസനത്തിന് വലിയ കുതിപ്പേകട്ടെ എന്നുള്ളൊരു സന്ദേശം നൽകിക്കൊണ്ടാണ് ടൂറിസം വകുപ്പിൻ്റെ ഫ്ലോട്ട് മുമ്പോട്ട് പോയിട്ടുള്ളത്. ഇനി അടുത്ത ഓരോ ഫ്ലോട്ടുകളായിട്ട് വരുന്നുണ്ട്. ഈ ഫ്ലോട്ടുകളുടെ ഇടയിൽ തന്നെയാണ് കലാകാരന്മാരുടെ പരിപാടികളും നടക്കുന്നത്. കേരളത്തിലെ കലാകാരന്മാർ മാത്രമല്ല, മറ്റ് സംസ്ഥാനങ്ങളിലെ കലാകാരന്മാരും ഈ പരിപാടിയുടെ ഭാഗമായിട്ട് എത്തിയിട്ടുണ്ട്. മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ് തുടങ്ങിയ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കലാകാരന്മാരും ഈ അനന്തപുരിയുടെ വീതികളെ ദൃശ്യ ശ്രവ്യ കാര്യങ്ങൾ കൊണ്ട് കീഴടക്കുന്ന കാഴ്ച തന്നെയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ ഫ്ലോട്ടുകളുടെ വരവ് തന്നെയാണ് ഈ കാണാനെത്തുന്നവർക്ക് മുഖ്യ ആകർഷണമായിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഈ കാണുന്നതാണ് പോലീസിൻ്റെ അത്യാധുനികമായിട്ടുള്ള വാക്കിംഗ് വാഹനം. അത് ഇപ്പോൾ പോലീസ് അതിൽ കൂടെ സഞ്ചരിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ കഴിയും. അടുത്ത കേരള പോലീസിൻ്റെ